Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കൂടി മെയ് ജൂൺ മാസങ്ങളിലായിട്ടാണ് എക്സാംസ് നടക്കാൻ പോകുന്നത്. സോ ഓൾറെഡി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതാണ്. സോ ഫസ്റ്റ് സെമസ്റ്ററിന് ഏകദേശം അപ്പോൾ ഒരു 50 ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ള. ഇന്ന് മാർച്ച് 16 തീയതിയാണ്. ഇനി എക്സാക്ട് ഡേറ്റ് വരുമ്പോഴാണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡേയ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്. സോ ആ സീരീസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. ഓരോ പേപ്പേഴ്സിനും എത്രത്തോളം ദിവസം മാറ്റി വെക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുക. സോ ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിലെ എല്ലാ പേപ്പേഴ്സിൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ പേപ്പേഴ്സ്, എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് ആദ്യത്തെ പേപ്പർ ആയിട്ട് വരുന്നത് റിസർച്ച് മെത്തഡോളജി ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, നല്ല രീതിയിൽ പഠിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ദെൻ ബിസിനസ് അനലറ്റിക്സ്, അവസാനമായിട്ട് പ്രാക്ടിക്കൽ ടാക്സേഷൻ. അപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും 5 പേപ്പറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട പേപ്പർ നിർബന്ധമായും പ്രാക്ടിക്കൽ ടാക്സേഷൻ തന്നെയാണ്. പ്രോബ്ലം പേപ്പറാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ദെൻ പിന്നെ കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരു പേപ്പറാണ് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അതും നല്ല എഫേർട്ട് എടുത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ ബിസിനസ് അനലറ്റിക്സ് ഉണ്ട്, ദെൻ മെത്തഡോളജി. അപ്പോൾ ഈ പറയുന്ന ലീഗൽ ആസ്പെക്ട്സും അതുപോലെ തന്നെ ബിസിനസ് അനലറ്റിക്സിൻ്റെ ഒക്കെ പ്രത്യേകത, അത് തിയറി പേപ്പർ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വായിക്കാനുണ്ട്. കുറച്ചൊന്നല്ല, നല്ല എഫേർട്ട് എടുത്താൽ മാത്രമേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്രാക്ടിക്കൽ ടാക്സേഷന് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റുള്ള പേപ്പേഴ്സിനും കൊടുക്കേണ്ടതായിട്ട് വരും. ദെൻ മെത്തഡോളജി ആൻഡ് എത്തിക്സ് ആണ്. ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടച്ചുള്ള പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന മെത്തഡോളജിയും ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ബാക്കി മൂന്നും നിങ്ങൾക്ക് ഒരുപാട് പുതിയത് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സിലബസിലോട്ട് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ മുമ്പ് ഈ 50 ഡേയ്സിനെ നമുക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡേയ്സ് കിട്ടിയാൽ ഭാഗ്യം. എന്നാലും ഇന്ന് 16 തീയതിയാണ്. ഇതിൻ്റെ ബേസിൽ നമ്മളൊരു 50 ദിവസത്തെ ഒരു പ്ലാനാണ് ഇപ്പോൾ വെക്കുന്നത് കേട്ടോ. 50 ഡേയ്സ്. അപ്പോൾ ഇതിൽ മെത്തഡോളജിക്ക് വേണ്ടിയിട്ട് 8 ഡേയ്സ് നിങ്ങൾ അറ്റ് പ്രസൻറ്റ് അലോക്കേറ്റ് ചെയ്ത് വെക്കുക. പഠിക്കാൻ പറയുമ്പോൾ 8 ദിവസം എന്ന് പറയുമ്പോൾ 8 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കല വേണ്ടേ. ഓക്കെ, പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ എക്സാം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ആയിരിക്കും വരാം. 2 ആഴ്ചത്തെ ഗ്യാപ്പ് പോലും ഇല്ലാണ്ട് അവർ ഡേറ്റ് അനൗൺസ് ചെയ്യും. കാരണം ഇത് ഓൾറെഡി മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്, മെയ് മാസത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. പെട്ടെന്ന് ഡേറ്റ് വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ വേഗം പഠനം ആരംഭിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ വീഡിയോ തന്നെ ചെയ്യാൻ കാരണം. ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുതൊന്നും. ഓക്കെ, അതുപോലെ തന്നെ എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിനും 8 ഡേയ്സ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് അല്ല, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ബാക്കിയുള്ള 3 പേപ്പേഴ്സ് ഞാൻ പറഞ്ഞ കട്ടക്കി നിൽക്കുന്ന പേപ്പേഴ്സാണ്. അതിന് നിർബന്ധമായും 10 ദിവസം മാറ്റി വയ്ക്കുക ഓരോന്നിനും. 10 ഡേയ്സ് ഫോർ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, 10 ഡേയ്സ് ഫോർ ബിസിനസ് അനലറ്റിക്സ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ 10 ഡേയ്സ്. ഇങ്ങനെ ടോട്ടല് ഇപ്പോൾ 30, 38, 46 ദിവസം നമ്മൾ ഈ 5 പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അലോക്കേറ്റ് ചെയ്ത് തരാണ്. ബാലൻസ് ഉള്ള 4 ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സാം ഡേറ്റിൻ്റെ ബേസിൽ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഇനി എത്രത്തോളം കൂടുതൽ ദിവസം കിട്ടുന്നു അത്രത്തോളം നമുക്കത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. ഇനി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
സ്മാർട്ട് അപ്രോച്ചാണ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നൊരു ഉപദേശമാണ്, നമുക്കൊരു കാര്യം തലയിൽ നിൽക്കണമെങ്കിൽ റിവിഷനാണ് വേണ്ടത്. അപ്പോൾ സമയം കുറവും കുറേ പഠിച്ച് അവസാനിപ്പിക്കാനുണ്ട് എങ്കിൽ നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തരുന്നത്. ഡിഫിക്കൽട്ടായുള്ള പേപ്പേഴ്സ്, എൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസ് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, ഞാൻ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. ഡിഫിക്കൽട്ടായുള്ള പേപ്പേഴ്സ്, എസ്പെഷ്യലി പ്രാക്ടിക്കൽ ടാക്സേഷൻ പോലുള്ള പേപ്പേഴ്സൊക്കെ പഠിച്ചു തുടങ്ങുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. നിങ്ങൾ രാത്രി നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പ്രാക്ടിക്കൽ ടാക്സേഷൻ നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ രാത്രി ഒരു 7:30 പഠിക്കാനിരിക്കുന്നു എന്നിരിക്കുക. രാത്രി ഒരു 2 മണിക്കൂറൊക്കെ 9:30 വരെ അല്ല, അപ്പോൾ 8 മണിക്കാണ് തുടങ്ങണമെങ്കിൽ 10 മണി വരെ 2 hours എന്ന് പറയുന്നത് ഇറ്റ്സ് ഇനഫ്. കൂടുതൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലത്. ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ പോലെയല്ല, ഡിസ്ട്രാക്ഷൻസ് കുറച്ചും കൂടി കുറവായിരിക്കും. പകൽ പഠിക്കാനിരിക്കുമ്പോഴാണ് കുറേ ഇരുന്നിട്ട് കുറച്ച് സമയം നമ്മുടെ തലയിലേക്ക് കയറല്ലോ. രാത്രി ഇരിക്കുമ്പോൾ അങ്ങനെയല്ല. പലരും പറയും നേരത്തെ എണീറ്റ് ചെയ്യണമെന്ന്, ബട്ട് നേരത്തെ എണീറ്റ് എന്താണ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ പലർക്കും സമയമില്ല, കാരണം കുറേ പേര് ജോലിക്കാരാണ്. അപ്പോൾ തിരക്കുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ പഠിക്കണം. അതിനുശേഷം കൂടുതൽ ടൈം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇരിക്കുക. അപ്പോൾ ഡിഫിക്കൽട്ടായുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മൾ കിടന്ന് ഉറങ്ങാനാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. റിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംഭവം പഠിച്ച് ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടി നോക്കുമ്പോഴാണ് നമ്മുടെ തലയിലേക്ക് അത് റിവൈസ് ആയിട്ട് വരാം. അപ്പോൾ 2 മണിക്കൂർ നമ്മൾ പഠിച്ചു ഈ പ്രാക്ടിക്കൽ ടാക്സേഷൻ നിൽക്കുക 2 hours. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് എണീക്കുന്നു. കാലത്ത് എണീറ്റതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാത്രി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും പഠിക്കാനല്ല ഞാൻ പറയുന്നത്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ ഒരു 20 മിനിറ്റിൻ്റെ ടൈം എടുത്ത് ഈ രാത്രി പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബുക്ക് തുറന്ന് ഓടിച്ചു നോക്കാം. ആദ്യം ചെയ്യേണ്ട ഒരു പരിപാടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓരോന്ന് നമ്മൾ ഈ കൺസെപ്റ്റ് നോക്കി, ഈ പ്രോബ്ലം നോക്കി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ദിനചര്യകളിലോട്ട് കിടക്കാം, റൂട്ടീനിലോട്ട് കിടക്കാം. അപ്പം എന്തുണ്ടാവാൻ സാധ്യത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലത്ത് എണീറ്റിട്ട് എന്താണോ നമ്മൾ നോക്കുന്നത്, എണീറ്റിട്ട് ഇപ്പം നിങ്ങൾ മൊബൈലാണ് മിക്കതും നോക്കുക, അങ്ങനെ ഓരോരോ ന്യൂസുകളും അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്. നിങ്ങൾ എന്താണോ നോക്കുന്നത് അത് അറിഞ്ഞോ അറിയാതെയോ പിന്നെ നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും നമ്മുടെ മനസ്സിലോട്ട് ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അതങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിന്. അപ്പം നിങ്ങൾ മൊബൈലിൽ ഈ എന്താ പറയുക, ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണേ വരാം. കാലത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യുക, തലേദിവസം പഠിച്ച് ജസ്റ്റ് ഒന്ന് 20 മിനിറ്റ്സ് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഈ പേജസും കാര്യങ്ങളും അറിയാതെ കണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പഠിച്ചത് നിങ്ങളുടെ വിത്തൗട്ട് മച്ച് എഫേർട്ട് ഈസി ആയിട്ട് നിങ്ങളുടെ തലയിലേക്ക് അത് കയറും. ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ബട്ട് ഒരു കാര്യമുണ്ട്, ഇതിലേക്ക് തന്നെ ശ്രദ്ധ വേണം കേട്ടോ. ഇനിയിപ്പോൾ അധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ തലയിലേക്ക് ഇത് വരും. ഈ പേജസിൽ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിൽ ജേണലിൻ്റെ എൻട്രീസ് അല്ലെങ്കിൽ ഏത് പേജ് നമ്പർ ഇതൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ചിലപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിലും വരും. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതിനുശേഷം അപ്പോൾ ഡിഫിക്കൽട്ടായുള്ള പേപ്പേഴ്സ് ഇങ്ങനെ പഠിക്കുക. ദെൻ ബാക്കി ഈ പറയുന്ന തിയറി പേപ്പേഴ്സൊക്കെ പകൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ പകൽ പഠിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2.5 മണിക്കൂർ 3 മണിക്കൂർ ചിലപ്പോൾ പകൽ ഇരുന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കും ഇഫക്റ്റീവായിട്ട് കിട്ടുക. അങ്ങനൊരു സംഭവമുണ്ട്. നേരെ മറിച്ച് രാത്രി ഇരിക്കുമ്പോൾ അത്രത്തോളം ഒരു പ്രശ്നം കാണില്ല. പകലിരിക്കുമ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണ് വരാം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എന്തായാലും ശ്രമിക്കുക കേട്ടോ. പഠിക്കുന്ന സമയത്ത് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വളരെ തിരക്കുള്ള ആൾക്കാരുണ്ട്, ജോലിക്ക് പോയിട്ട് പഠിക്കുന്നവർ, ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോൾ പഠിക്കുക. ഇപ്പം ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് സമയമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോൾ ഞാനത് കഴിഞ്ഞിട്ടും പഠിക്കണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ നമുക്ക് സമയം കിട്ടുന്നു അപ്പോൾ പഠിക്കും. ചിലർ പറയാറുണ്ട് ഉച്ചയ്ക്കൊക്കെ ആരെങ്കിലും ഇരുന്ന് പഠിക്കുമോ? അങ്ങനെയൊന്നുമില്ല.
നമുക്ക് എപ്പോഴാണ് നമുക്ക് ടൈം ഇല്ലാത്തൊരവസ്ഥയിൽ എപ്പോൾ ടൈം കിട്ടുന്നു അപ്പോൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ടൈം ടേബിൾ നോക്കിയിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് അതിൽ ഏത് രീതിയിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്നു അതിലൂടെ ഒക്കെ പോവാം. ഒരു ഭ്രാന്തനെ പോലെ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ടൈം ടേബിളിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡേയ്സ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നമ്മുടെ മുമ്പിൽ ഒരുപാട് ആഘോഷങ്ങൾ വരും. ഇപ്പോൾ വിഷു ഉണ്ട്, അതിനെക്കാട്ടും വലിയ പൂരമാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാം കഴിയുമ്പോൾ എല്ലാവരും പാസ്സാവും, നമ്മൾ മാത്രം മാർക്ക് കുറഞ്ഞിട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇനി ഓൾറെഡി നിങ്ങൾ അതിൻ്റെ സിലബസ് കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആദ്യം റിസർച്ച് മെത്തഡോളജി ഞാൻ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ പറയുന്നുണ്ട്. ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റിൽ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. എന്നാലും നോക്കിയേ, ബ്ലോക്ക് നമ്പർ 1 റിസർച്ച് പ്രോസസ് ആൻഡ് റിസർച്ച് പ്ലാൻ, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രിക്ക് ഈ ഒരു പേപ്പർ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ടച്ച് ഉണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും നിങ്ങളുടെ ടച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള വിട്ടിട്ടുള്ള ആൾക്കാർ നല്ല എഫേർട്ട് എന്തായാലും എടുത്ത് പഠിക്കണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം റിസർച്ച് പ്രോസസ്സ്, ഡിസൈൻ, പ്രപ്പോസലാണ്, പിന്നെ സാമ്പിൾ സ്റ്റഡി, പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ സ്റ്റഡി, പിന്നെ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട മറ്റൊരു മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ. ഇതാണ് നിങ്ങൾക്ക് വരുന്നത്. ദെൻ പിന്നെ എത്തിക്സ്, കോർപ്പറേറ്റ് ഗവേണൻസ് പേപ്പർ. അതിൽ ആദ്യം ബിസിനസ് എത്തിക്സിൻ്റെ ബേസിക്സ്, അതിൻ്റെ തിയറീസ്, അഗെയിൻ പിന്നെ എത്തിക്സിൻ്റെ കാര്യങ്ങൾ കാണാം. 3ാമത്തെ ബ്ലോക്ക് മുതലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് CSR. ഓക്കെ, ആ ഒരു സബ്ജക്റ്റ്. ദെൻ ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, നല്ല രീതിയിൽ പഠിക്കേണ്ട പേപ്പറാണ്. കുറേ പേർക്ക് പണി കിട്ടുന്നൊരു പേപ്പറാണ് കേട്ടോ. ലീഗൽ ആസ്പെക്ട് ആയതുകൊണ്ട് തന്നെ ലീഗൽ എൻവയോൺമെൻറ്റ്, കൊമേഴ്ഷ്യൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ഇന്ത്യ, ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999, ലോസ് റിലേറ്റിംഗ് ടു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. ലീഗൽ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ആദ്യം, അതിൻ്റെ ബേസിക്സ്. IPR ആണ് നെക്സ്റ്റ്, പിന്നെ കൊമേഴ്ഷ്യൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ഇന്ത്യ, കോമ്പറ്റീഷൻ ആക്ട്, ദെൻ IT ആക്ട്, പിന്നെ FEMA, ദെൻ ലോസ് റിലേറ്റിംഗ് ടു. കണ്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണിത്. ദെൻ ബിസിനസ് അനലറ്റിക്സ്, ഇതും നിങ്ങൾ പലതും പുതിയതായിട്ട് പഠിക്കുന്നതാണ്. ബിസിനസ് അനലറ്റിക്സ്, ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ്, ഡാറ്റ ഇൻ്റഗ്രേഷൻ ആൻഡ് ഡാറ്റ മോഡലിംഗ്, ദെൻ എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. ഒരുപാട് പുതിയ ടേമുകൾ നിങ്ങൾ ഇതിൽ പഠിക്കും. CRM, ERP ഇതൊക്കെ, പിന്നെ ഡിജിറ്റൽ ഡാറ്റ ആൻഡ് പ്രോസസ്സിംഗ്, ഡിജിറ്റൽ ഡാറ്റേനെ പറ്റിയുള്ള കാര്യങ്ങൾ, മോഡലിംഗ് എന്താണ്, എൻ്റർപ്രൈസ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇതാണ് അതിൽ വരുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട പ്രാക്ടിക്കൽ ടാക്സേഷൻ. അതിൽ GST ആണ് ബ്ലോക്ക് നമ്പർ 1. പിന്നെ ഇൻകം ടാക്സിൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഡിഗ്രിക്ക് നിങ്ങളിത് പഠിച്ചിട്ടില്ല, GSTയുടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് പലതിൻ്റെയും പ്രാക്ടിക്കൽ വശങ്ങളാണ്. ഇപ്പോൾ കാലിക്കറ്റ് ആണ് നിങ്ങൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ പഠിച്ച കാര്യങ്ങളല്ല, അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയുടെ പല കാര്യങ്ങളിലും ഒരുപാട് ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇപ്പം നല്ല എഫേർട്ട് എടുക്കേണ്ടതാണ്. GST എന്താണ്, അതിൻ്റെ ബേസിക്സ് ആദ്യം, പിന്നെ ഫയലിംഗ് ഓഫ് GST റിട്ടേൺ ആണ്, പിന്നെ ഇൻകം ടാക്സ്, അതിൻ്റെ TDS, TCS. കണ്ടോ, പ്രാക്ടിക്കൽ വശങ്ങളാണ്. ഒരുപാട് പഠിക്കാണ്ട് കേട്ടോ. ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ കുറച്ചൊന്നല്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ 5 പേപ്പർ വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കണം, അവസാനത്തേക്ക് വെക്കരുത്. അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സെക്കൻഡ് സെമസ്റ്ററും പഠിക്കാനുണ്ട്. കാരണം ഫസ്റ്റ് കഴിഞ്ഞാൽ ഒപ്പം തന്നെ സെക്കൻഡ് പോയി. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ അതിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ അതിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇങ്ങനെ ഒരുപാട് അഡീഷണൽ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നും ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർ പഠിക്കാൻ വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്ലാസ്സസ് ആക്സസ് ചെയ്യാം കേട്ടോ. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ആരംഭിക്കുക. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.